ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. കശ്മീർ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക പ്രഖ്യാപനങ്ങൾ അത് അമിത്ഷായുടെ കരണത്തേറ്റ ശക്തമായ അടിയാണ്. ചെറുതായി പറഞ്ഞാൽ പോരാ, വേദന മാറാത്ത ശക്തമായ അടി. കശ്മീരിൽ ഞങ്ങൾക്ക് എന്തുമാകാം, അവിടെ ഞങ്ങൾ പറയുന്നതാണ് നീതി, ഞങ്ങൾ പറയുന്നതാണ് നിയമം എന്നൊരു ധാർഷ്ട്യമുണ്ടായിരുന്നു കേന്ദ്രത്തിന്. ആ ധാർഷ്ട്യത്തെ ചെറുതായി സുപ്രീം കോടതി ഒന്ന് ചോദ്യം ചെയ്തപ്പോൾ തന്നെ വിറച്ചുപോയി കേന്ദ്രം. നിങ്ങൾക്ക് തോന്നുമ്പോൾ നടപ്പിലാക്കാനുള്ളതല്ല നിരോധനാജ്ഞ. നിങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവർക്ക് നിങ്ങൾ മറുപടി നൽകേണ്ടത് നിരോധനാജ്ഞയിലൂടെയല്ല. നിരോധനാജ്ഞ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് സുപ്രീം കോടതി എടുത്ത ഭാഷയിൽ പറയുന്നു. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ 144 അവിടെ പാസ്സാക്കിയത്? ആരുടെ തീരുമാനപ്രകാരം? അത് വ്യക്തമായ വിശദീകരണത്തോടുകൂടി സുപ്രീം കോടതിയെ അറിയിക്കേണ്ടതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്റർനെറ്റ് സേവനങ്ങളെ റദ്ദ് ചെയ്യാൻ നിങ്ങൾക്കാരാണ് അധികാരം നൽകിയത്? മനുഷ്യന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ രീതിക്കും നിങ്ങൾ വിശദീകരണം നൽകണം. ഒരാഴ്ചയാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന സമയം. ഒരാഴ്ചക്കകത്ത് കശ്മീരിലെ സംഭവ വികാസങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ നടപടി എന്തായിരിക്കുമെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. പക്ഷേ ഈ നടപടികൾക്ക് പിന്നിൽ ചിലരുടെ പ്രാർത്ഥനയുണ്ട്, പൊട്ടിക്കരച്ചിലുണ്ട്, വേദനയുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. കശ്മീരിൽ 370 റദ്ദാക്കിയതിന് ശേഷം അവിടെ നടന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ ഉദ്യോഗസ്ഥർ ഒരുപാട് നിരപരാധികളെ അടിച്ചമർത്തിയിരുന്നു, ഒരുപാട് പാവങ്ങളെ വേട്ടയാടിയിരുന്നു. ആ പാവങ്ങൾക്ക് മാതാപിതാക്കളുണ്ട്, ആ പാവങ്ങൾക്ക് പൊട്ടിക്കരഞ്ഞു പറയാൻ ദൈവങ്ങളുണ്ട്. അവരോടൊക്കെ അവർ മനസ്സറിഞ്ഞ് അവരുടെ വേദന പങ്കുവെച്ചപ്പോൾ ദൈവം തമ്പുരാൻ്റെ തീരുമാനം സുപ്രീം കോടതിയിലൂടെ നടപ്പിലായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. വേദനിപ്പിച്ചവൻ്റെ കണ്ണീരിന് വല്ലാത്ത ശക്തിയാണ് അമിത്ഷാ. ആ ശക്തിയെ തടഞ്ഞു നിർത്താൻ നിങ്ങളുടെ ഒരു ശക്തിക്കും സാധിക്കുകയില്ല എന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് കശ്മീർ വിഷയത്തിൽ ഇപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചത്. ഇനി വരാൻ പോകുന്നത് തികച്ചും അപ്രതീക്ഷിതമായ നിങ്ങൾക്ക് മേലിലുള്ള തിരിച്ചടികളായിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.